ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ദ കോൺജൂറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് കണ്ടു. ഡീസന്റ് ഹൊറർ എക്സ്പീരിയൻസ്. കോൺജൂറിംഗ് സീരീസിൽ ലാസ്റ്റ് എൻട്രി ആയിട്ടാണ് വന്നേക്കുന്നത്. ആദ്യത്തെ 2 പാർട്ട് എടുത്ത ജെയിംസ് വാൻ തന്നെയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ. പക്ഷെ ലാസ്റ്റ് പാർട്ടും ഈ പാർട്ടും ഡയറക്ട് ചെയ്തേക്കുന്നത് മൈക്കിൾ ജേവ്സ് ആണ്. ഫസ്റ്റത്തെ 2 പാർട്ടിന്റെ ആ ബെസ്റ്റ് എന്ന് പറയുന്ന രീതിയിലല്ല ഇത് വന്നേക്കണമെങ്കിൽ കൂടി അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ പാർട്ട് അവസാനിച്ചിരിക്കുന്നത്. കോൺജൂറിംഗ് സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്ന നല്ലൊരു എന്താ പറയാ ഒരു കുഴപ്പമില്ലാത്ത ഒരു എൻഡിങ് കിട്ടുന്ന ഒരു പടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ മേക്കിംഗ് ക്വാളിറ്റിയാണ്. കാരണം ഇതിന്റെ പ്രൊഡക്ഷൻ സെറ്റുകളാണെങ്കിലും പ്രത്യേകിച്ച് സൗണ്ട് ക്വാളിറ്റി, സൗണ്ട് എന്ന് പറയുന്നത് ഇതിൽ അത്യാവശ്യം നല്ല ഒരു ഹൈ ക്വാളിറ്റിയാണ്. പല ഏരിയയിലും പല സ്ഥലത്തും ആ സൗണ്ട് ഇങ്ങനെ കയറി വരണത് നല്ല ഡോൾബി അറ്റ്മോസ് തിയേറ്ററിലൊക്കെ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ അതിന്റെ ആ ഇമ്പാക്ട് കിട്ടും. അപ്പൊ അത് നിങ്ങൾ നല്ല തിയേറ്റർ നോക്കി കാണുക. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ലേ, സിനിമാറ്റോഗ്രാഫി, പിന്നെ എന്താ പറയാ ആർട്ട് വർക്ക് 1964-ലും 1984-ലും ഇടയിൽ നടക്കുന്ന കഥയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. 22 വർഷത്തെ സംഭവത്തിന്റെ. പക്ഷെ 1964 കുറച്ചുള്ളൂ, 86-ലാണ് മെയിൻ നടക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിന് ആൾക്കാരുടെ കോസ്റ്റ്യൂംസ്, കാറുകൾ, അതൊക്കെ ഒരു നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വൈബ് നമുക്ക് കിട്ടും. പിന്നെ ഈ പറയണത് പോലെ ഈ കോൺജൂറിംഗിൽ ആദ്യത്തെ 2 ഭാഗത്തിൽ കൊടുക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ആ ബെഞ്ച് മാർക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പുതിയൊരു ബെഞ്ച് മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശ വരും. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ ഹൊറർ പടങ്ങൾ അല്ലാണ്ട് കുറച്ചും കൂടി ഗ്രാൻഡ് സെറ്റുകളുള്ള, പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള, നല്ല VFX ഉള്ള, നല്ല ഗ്രാഫിക്സ് ഉള്ള അങ്ങനത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ട് എടുത്ത ഒരു ഡീസന്റ് പടം തന്നെയാണ് കോൺജൂറിംഗ് ലാസ്റ്റ് റൈറ്റ്സ്. പിന്നെ ഇതിനൊരു എൻഡിങ് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു എൻഡിങ് ഉണ്ട് തന്നെ. അത് ആ ക്യാരക്ടേഴ്സ് എഡ് ലോറന്റെയും കഥയാണല്ലോ, ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ ഡീമൻ ഹണ്ടേഴ്സ്. അപ്പൊ അവരുടെ കഥയുടെ അവർക്കൊരു എൻഡിങ്, അവരുടെ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്ന പോലെയാണ് പടം ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ആ പടം അങ്ങനെ സീരീസ് ഒന്നായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഈ പടം കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു എൻഡിങ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടു. പിന്നെ ഇതിലൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ പടം കാണാൻ പോകുമ്പോൾ ബെസ്റ്റ് തിയേറ്ററിനോടുപരി നല്ല ആംബിയൻസ്, നല്ല ഓഡിയൻസ് ഉള്ള സ്ഥലങ്ങൾ. പ്രത്യേകിച്ച് ഈ ഹൊറർ പടത്തിനെ സ്പോയിൽ ചെയ്യണത് ചില ഓഡിയൻസ് ആണ്. കാരണം ഹൊറർ പടത്തിന്റെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്താ, നമ്മളെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കണം. മാസ് ആക്ഷൻ പടങ്ങളോ സെലിബ്രേറ്റ് ചെയ്യുന്ന പടങ്ങൾ പോലെ എപ്പോഴും ഡയലോഗ് അടിച്ച്, കമന്റ് അടിച്ച്, ചീർപ്പ് വിളിച്ച് അങ്ങനത്തെ ഒരു മൂഡായിരിക്കരുത്. നിങ്ങളുടെ സൈലൻസ് ആണ് ഈ ഹൊറർ പടങ്ങളുടെ ഒരു ബാക്ക് ബോൺ. സൈലൻസിൽ നിന്ന് എപ്പോഴാണ് ജംപ് സ്കെയർ വരുന്നത്, അതിലേക്ക് നമ്മൾ ഫുൾ ഹുക്ക് ആവണമെങ്കിൽ നമ്മൾ മൊത്തം സൈലന്റ് ആയിട്ട് നല്ല എൻഗേജ് ചെയ്ത് വാച്ച് ചെയ്യണം. നിങ്ങൾക്ക് ബോറടിക്കണത് വേറെ കാര്യം. ബോറടിക്കണതല്ല ആളുകൾ ചെയ്യണത്. വെറുതെ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകരുതലുള്ള പോലെ ഓടിയിടുക, ബഹളം ഉണ്ടാക്കുക, ചിരിക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാൻ കണ്ട ചങ്ങരംകുളം മാർസിലാണ്. അവിടെ ഓഡിയൻസ് ഒരു 95% സപ്പോർട്ടീവ് ആയിരുന്നു. അവർ തിയേറ്ററിലേക്ക് കൊടുക്കേണ്ട അറ്റൻഷൻ കൊടുത്തോണ്ട് തന്നെയാണ് ഹൊറർ പടത്തിനെ വാച്ച് ചെയ്തത്. അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് കിട്ടില്ല, ആ എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ ഓഡിയൻസ്, നിങ്ങളാവുന്ന ഓഡിയൻസ് ഹൊറർ പടം തിയേറ്ററിലേക്ക് പോവുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ബഹളം ഉണ്ടാക്കിയോ വെറുതെ കമന്റ് അടിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കരുത്. കാരണം ജംപ് സ്കെയറോ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾക്ക് അതിന്റെ ഒരു അളവിൽ കിട്ടണമെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരുന്ന് നല്ലോണം വാച്ച് ചെയ്യാം. ഹൊറർ പടത്തിന്റെ കേസിലാണ് പറയുന്നത്. അപ്പൊ ആദ്യമേ പറഞ്ഞ പോലെ കോൺജൂറിംഗ് സീരീസ് കണ്ട് ഫോളോ ചെയ്ത് അതിന്റെ ആളുകൾ അങ്ങനെ വന്ന ഓഡിയൻസ് ആണ് നിങ്ങളെങ്കിൽ ഈ പടം കണ്ടു നോക്കുക. നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു അനുഭവമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അല്ലാത്തവർക്കും കാണാം, അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.